പ്രിയ കൂട്ടുകാരെ, നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ നാം എന്തിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നത്? പണത്തിനാണോ, പ്രസക്തിക്കാണോ, അതോ അറിവിനോ? ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ദൂരെയുള്ള ഒരു മരുഭൂമിയിലെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. അവിടെ ഒരു വൃദ്ധനായ വ്യാപാരി തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ഒരു വലിയ രഹസ്യം തൻ്റെ മക്കൾക്ക് കൈമാറാൻ തീരുമാനിച്ചു. ആ രഹസ്യം നിങ്ങളുടെയും ജീവിതം മാറ്റിമറിക്കും. വീഡിയോ അവസാനം വരെ കാണുക. ഏറ്റവും വലിയ 3 പാഠങ്ങൾ അവസാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നൽകുന്നതാണ്. അതുകൊണ്ട് ഒരൊറ്റ സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. പണ്ട് അറബി നാട്ടിൽ അതിസമ്പന്നനായ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 3 ആൺമക്കളുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം അവരെ അരികെ വിളിച്ചു കൊണ്ടുപറഞ്ഞു, മക്കളെ, എൻ്റെ കാലം കഴിയാറായി. ഈ സ്വത്തുക്കളെല്ലാം ആർക്ക് നൽകണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾ 3 പേരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര പോകണം. 1 വർഷം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ഏറ്റവും വിലപിടിപ്പുള്ള എന്നാൽ ഏറ്റവും കുറഞ്ഞ സ്ഥലം എടുക്കുന്ന ഒരു വസ്തു കൊണ്ടുവരണം. ഏറ്റവും വിലപിടിപ്പുള്ള കൊണ്ടുവരുന്നവന് എൻ്റെ സ്വത്തെല്ലാം നൽകും. 3 പേരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര പോയി. 1 വർഷം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ സഹോദരന്മാർ യാത്ര തിരിച്ചു. മൂത്ത മകൻ കിഴക്കോട്ടും, 2ാമത്തെ മകൻ പടിഞ്ഞാറോട്ടും, 3ാമത്തെ മകൻ തെക്കോട്ടും പോയി. അവരുടെ യാത്ര ഓരോ ഘട്ടവും വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. ആദ്യ മകൻ ലോകത്തിൻ്റെ ഏറ്റവും വില കൂടിയ വജ്രം തേടി കാടുകളും മലകളും കടലുകളും കടന്ന് വളരെ ബുദ്ധിമുട്ടി അവസാനം അവൻ ഒരു ഗുഹയിലെത്തി. അവിടെ തിളങ്ങുന്ന ഒരു നീല വജ്രം അവൻ കണ്ടെത്തി. അതവൻ്റെ ഉള്ളം കൈയിൽ ഒതുങ്ങുന്നതായിരുന്നു. അവൻ തിരിച്ചു വരാൻ നോക്കുമ്പോൾ അവൻ ചിന്തിച്ചു, ഇതിനേക്കാൾ വിലയുള്ള മറ്റൊന്നും ഈ ലോകത്തില്ല. 2ാമത്തെ മകനാകട്ടെ കാടും കടലും കടന്ന് കാടിൻ്റെ എല്ലാ ദിക്കിലും അന്വേഷിച്ചു ലക്ഷക്കണക്കിന് പൂവിൽ നിന്ന് വേർതിരിച്ചെടുത്ത ഒരു ചെറിയ കുപ്പിയിൽ ഒതുങ്ങുന്ന അത്ഭുത സുഗന്ധം അവൻ കണ്ടെത്തി. അതിൻ്റെ ഒരു തുള്ളി മതി ഒരു കൊട്ടാരം മുഴുവൻ സുഗന്ധപൂരിതമാക്കാൻ. എന്നാൽ 3ാമത്തെ മകൻ പോയത് അറിവിൻ്റെ ലോകത്തേക്കാണ്. അവൻ പണ്ഡിതന്മാരുമായി സംസാരിക്കുകയും അവരിൽ നിന്ന് അറിവ് പഠിക്കുകയും അവരോടൊപ്പം താമസിക്കുകയും പുസ്തകങ്ങൾ വായിക്കുകയും ലോകത്തെ നിരീക്ഷിക്കുകയും ചെയ്തു. അവൻ്റെ കയ്യിൽ കൊണ്ടുവരാൻ ഒരു പെട്ടിയോ ഒരു കുപ്പിയോ ഇല്ലായിരുന്നു. അവൻ കൊണ്ടുവന്നത് അവൻ്റെ ചിന്തകൾ മാത്രമായിരുന്നു. 1 വർഷം കഴിഞ്ഞു പിതാവിൻ്റെ മുമ്പിൽ അവർ ഹാജരായി. വജ്രം കണ്ട പിതാവ് പുഞ്ചിരിച്ചു. സുഗന്ധം കണ്ട അദ്ദേഹം തലയാട്ടി. എന്നാൽ 3ാമൻ വെറും കൈയോടെ നിൽക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും അവനെ പരിഹസിച്ചു. അവൻ്റെ പിതാവ് അപ്പോൾ അവനോട് ദേഷ്യമാണോ ഉണ്ടായത്, അതോ അദ്ദേഹത്തിന് പരിഹാസം വന്നോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ ഉടൻ തന്നെ അറിയിക്കും. പക്ഷേ അവൻ പറഞ്ഞു, പിതാവേ, ഇവർ കൊണ്ടുവന്നത് നശിച്ചു പോകുന്ന വസ്തുക്കളാണ്. വജ്രം മോഷ്ടിക്കപ്പെടാം, സുഗന്ധം വറ്റി ഉണങ്ങിയേക്കാം. എന്നാൽ ഞാൻ കൊണ്ടുവന്നത് അറിവ് എൻ്റെ തലക്കുള്ളിലാണ്. അതിന് 1 ഇഞ്ച് സ്ഥലം പോലും വേണ്ട. പക്ഷേ അത് ഉപയോഗിച്ച് എനിക്ക് 1000 കൊട്ടാരങ്ങൾ നിർമ്മിക്കാം, ലക്ഷക്കണക്കിന് വജ്രങ്ങൾ നിർമ്മിക്കാം, പുതിയ രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാം. പിതാവ് പെട്ടെന്ന് എഴുന്നേറ്റ് അവനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, നീയാണ് എൻ്റെ യഥാർത്ഥ പിൻഗാമി. ശ്രമമെടുക്കാത്ത എന്നാൽ പ്രപഞ്ചത്തോളം വളരുവാൻ കഴിയുന്ന ഒരേയൊരു നിധി അറിവ് മാത്രമാണ്.
സുഹൃത്തുക്കളെ, ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ 3 കാര്യങ്ങളുണ്ട്. അറിവ് യഥാർത്ഥ പവർ. അറിവിനാണ് യഥാർത്ഥ പവർ. പണം ഇന്ന് വരും, നാളെ പോകും. പക്ഷേ നിങ്ങളുടെ സ്കില്ല് ആരും കട്ടുകൊണ്ടുപോവുകയില്ല. രാജാവിന് വരെ പിടിച്ചെടുക്കാൻ സാധ്യമല്ല. അതിനെ ഒരിക്കലും തുരുമ്പെടുക്കുകയോ കള്ളം കട്ടുപോവുകയോ ചെയ്യുകയില്ല. അവസരങ്ങൾ തിരിച്ചറിയുക. ഭാഗ്യം എന്നത് ആകാശത്തിൽ നിന്ന് വീഴുന്നതല്ല, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നാം ഉണ്ടാക്കുന്നതാണ്. ലളിതമായ ചിന്തകൾ, സിംപിൾസിറ്റി. പലപ്പോഴും വലിയ ഉത്തരങ്ങൾ വളരെ ലളിതമായിരിക്കും. നമ്മുടെ മൂന്നാമത്തെ സഹോദരനെ പോലെ ചിന്തിക്കാൻ ശീലിക്കുക. നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ എന്തു ചെയ്യും? ദിവസവും ഒരു പുസ്തകത്തിൻ്റെ പേജെങ്കിലും വായിക്കുമോ? പുതിയൊരു സ്കില്ല് പഠിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.